ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ്. മാങ്ങ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു പാനീയമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഇപ്പം ഞാനൊരു 1/2 കപ്പ് ചൗവരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടൊക്കെയാണ്, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് 4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. പ്രഷർ പോയതിന് ശേഷം തുറന്നെടുക്കാം കേട്ടോ, അപ്പോഴേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, പുളിപ്പുള്ള മാങ്ങ എടുക്കരുത്. ഇനി തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് 1/4 കപ്പ് മാങ്ങയുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് പാൽ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. ഏകദേശം ഒരു 2 കപ്പോളം പാൽ വേണ്ടി വരും. ആദ്യമേ മൊത്തം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ മാങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. ഇനി ഇതിലോട്ട് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്ന പോലെ നല്ല കട്ടിയിലെല്ലാം ഉണ്ടാക്കാൻ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, വെള്ളം ചേർക്കാത്ത പാലാണ്. മൊത്തം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ മധുരം നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ബൗളിലോട്ടോ ജാറിലോട്ടോ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചൗവരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചൗവരിയുടെ വെള്ളം തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പയിലോട്ടാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം പോലെ തന്നെ ഇരിക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സർവ് ചെയ്യേണ്ട ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ നിറയെ മാമ്പഴമൊക്കെ ഉള്ളവർ തീരാതിരിക്കുന്നെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾ എന്നും ചോദിക്കും കേട്ടോ. കുടിക്കുമ്പോൾ ഈ ചൗവരി കഴിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് വാനില എസൻസോ ഏലക്കാപ്പൊടിയോ ഒക്കെ ചേർക്കാം കേട്ടോ, ഫ്ലേവർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.